4-ാം തീയതി റിസൾട്ട് വന്നാൽ ഒരു തൂക്ക് നിയമസഭയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രസിഡന്റ് ഭരണം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ചില ഉദ്യോഗസ്ഥരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അയാൾ AKG സെൻറ്ററിൽ നിന്ന് വന്ന ആളായിരിക്കാം. ആദ്യം പോയി AKG സെൻറ്ററിൻ്റെ നിറം ഒന്ന് കാണുക. AKG സെൻറ്റർ നിറം കൊടുത്തിരിക്കുന്നത് എന്താണ്? ചുവന്ന നിറമാണോ? അല്ല. AKG സെൻറ്റർ കാവ്യ അടിച്ചിട്ടിരിക്കുന്നത് എന്തിനാണ്? AKG സെൻറ്റർ കാവ്യ അടിച്ചിട്ടിരിക്കുന്നത് ബംഗാളിലെ പോലെ AKG സെൻറ്ററും ഒരു കാവ്യ കൂടാരമാകാൻ മാത്രമാണ്. അതുകൊണ്ട് ഈ പോലീസുകാർ ആരെങ്കിലും ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏജന്റുമാരായിട്ടോ അതല്ലെങ്കിൽ അവരുടെ ആശ്രിതന്മാരായിട്ടോ അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കാനോ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ 4-ാം തീയതി വോട്ടെണ്ണാൻ. അതിനു മുമ്പുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ അത് ശക്തമായ മറുപടി ഉണ്ടാകും. അതുകൊണ്ട് ഇത് മറ്റാരുമല്ല, പോലീസ് തന്നെയാണ് ഒരു ക്ഷേത്രത്തിൽ കയറി അവിടുത്തെ നാശങ്ങൾ വരുത്തിയിട്ടുള്ളത്, അവിടെ ഉണ്ടായിരുന്നവരെ ആക്രമിച്ചത്. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെതിരെ കർശനമായ നിയമ നടപടികൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തികച്ചും ന്യായമായി നിയമപരമായി എടുക്കേണ്ട നടപടികൾ ആ ഉദ്യോഗസ്ഥനെതിരെ എടുക്കണം. എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് വളരെ കുറച്ച് പേര് മാത്രം വന്ന് ഇത് അറിയാനും അറിയിക്കാനും മാത്രമായിട്ട് വന്ന കുറച്ച് പേരാണ്. അതിൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ പോലെ തന്നെ സ്റ്റേഷനുകൾ ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്ക്, അതുപോലെ പോലീസുകാരെ ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്ക് ഞങ്ങളെ തിരിച്ചുവിടരുത് എന്ന് പോലീസിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നടപടികൾ കൃത്യമായിട്ട് എടുക്കുക. അതുപോലെ എല്ലാവർക്കും മനസ്സിലാക്കുന്ന വിധത്തിൽ എല്ലാവരും അവസാനം സംഖ്യയായിട്ട് മാറുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കിയിട്ട് സംഖ്യകളോട് കളിച്ചാൽ മതി. അതുകൊണ്ട് ആ കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളൂ. അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ചേരാനുള്ള ഒരു സമുദ്രമാണിത്. അതുകൊണ്ട് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത നടപടിക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം. അത് വിഗ്രഹ ദംശനത്തിന്, അതുപോലെ അവിടെ നശിപ്പിച്ചതിന്, അതുപോലെ അതിക്രമിച്ച് കയറിയതിന്, അതുപോലെ അവിടെയുള്ള സാമഗ്രികൾ നശിപ്പിച്ചതിന്, അനാവശ്യമായിട്ട് ഗുരുതര പരിക്കേൽപ്പിച്ചതിന്, ഇതിനുള്ള നടപടികളെല്ലാം അവർ സ്വീകരിക്കേണ്ടതാണ്. അതുണ്ടാകുന്നു എന്ന് നമ്മൾ നോക്കും. ഇതിന് കൃത്യമായിട്ടുള്ള കംപ്ലൈൻറ്റ് കൊടുക്കുന്നതാണ്. ആ കംപ്ലൈൻറ്റിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഈ ഇഷ്യൂ കേരളം മുഴുവൻ ടേക്കപ്പ് ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പായി തന്നെ അത് വർദ്ധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടുത്തെ കമ്മീഷണറോടും DGPയോടുമൊക്കെയുള്ള എൻ്റെ അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ, നിയമപരമായി നിങ്ങളെടുക്കേണ്ട നടപടികൾ സ്വീകരിക്കുക, കർശനമായ നടപടികൾ സ്വീകരിക്കുക. ഇത് ഒരു സംഘർഷത്തിലേക്ക് വലിച്ച് എത്തിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. പിന്നെ 4-ാം തീയതി റിസൾട്ട് വന്നാൽ ഒരു തൂക്ക് നിയമസഭയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രസിഡന്റ് ഭരണം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ചില ഉദ്യോഗസ്ഥരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഒരിക്കലും BJP ഭരണത്തിൽ വരില്ല എന്ന് വിചാരിക്കേണ്ട. കേരളത്തിൽ BJP ഭരണത്തിൽ വന്നിരിക്കും, അതും മറ്റൊരു കാര്യം. പക്ഷേ വിത്തിൻ 1 മാസം ആര് വരും അത് ഇപ്പോഴും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയൊരു സാധ്യതയുണ്ടായാലും ഇത്തരത്തിൽ വൃത്തികേട് ചെയ്യുന്ന, പക്ഷപാതപരമായി പെരുമാറുന്ന, അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണ്ടകളെ പോലെ പെരുമാറുന്ന ഉദ്യോഗസ്ഥരുണ്ടാകരുത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് കർശനമായ നടപടികൾ ആ ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്.